വിശദമായ വാർത്തയിലേക്ക്. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് തിരിച്ചടി. ദിലീപിന്റെ ആവശ്യം കോടതി തള്ളി. തുടരന്വേഷണ റിപ്പോർട്ട് തള്ളണം, അധികമായി ചുമത്തിയ കുറ്റം ഒഴിവാക്കണം എന്നിവയായിരുന്നു ദിലീപിന്റെ ആവശ്യം. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് തള്ളിയത്. വിധി ആശ്വാസമെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു. പ്രോസിക്യൂഷൻ അവർ ഫയൽ ചെയ്ത 2 ഹർജികളുണ്ട്. ഹർജികൾ തള്ളിയിട്ടുണ്ട്. ആ ഹർജികൾ തള്ളിയതിനു ശേഷം പ്രതികളോട് 31-ന് പുതിയ വായിച്ചു കേൾക്കുന്നതിന് ഹാജരാവാൻ പറഞ്ഞിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. തീർച്ചയായിട്ടും 100%. പ്രോസിക്യൂഷൻ എപ്പോഴും ധൈര്യമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കഴിയുന്നത് നേരത്തെ തുടങ്ങും. അത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. അതേസമയം തിരിച്ചടി അല്ല എന്ന പ്രതിഭാഗം അഭിഭാഷകൻ പ്രതികരിച്ചു. ഒരിക്കലും ഒരു തിരിച്ചടിയല്ലോ. സ്വാഭാവികമായിട്ട് പ്രോസിക്യൂഷന്റെ കേസ് വളരെ വീക്കാണ്. ആ അഡീഷണൽ ചാർജ് കൊടുത്തതിൽ പ്രോസിക്യൂഷന്റെ കേസ് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന ഡോക്യുമെന്റ്സോ ഒന്നും തന്നെ ഹാജരാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഡിസ്ചാർജ് ചെയ്യാനുള്ള ഒരു പെറ്റീഷൻ കൊടുത്തത്. അത് ഡിസ്മിസ് ചെയ്തെങ്കിലും അതിനുശേഷമുള്ള നടപടിക്രമങ്ങൾ നോക്കുമ്പോൾ വിചാരണ നേരിടണം. എൻ്റെയർ ഡോക്യുമെന്റ്സ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും അതിലൊന്നും യാതൊരു കഴമ്പും ഇല്ല എന്ന്. വെറും ഒരു കള്ളക്കേസാണെന്ന് മനസ്സിലാവും. സുവി വിശ്വനാഥൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. സുവി, അധികമായി തനിക്കെതിരെ ചുമത്തിയ കുറ്റം ഒഴിവാക്കണം എന്നതായിരുന്നു ദിലീപിന്റെ ആവശ്യം. ആ ആവശ്യമാണ് ഇപ്പോൾ കോടതി തള്ളിയിരിക്കുന്നത്. വിശദാംശങ്ങൾ. അശ്വതി, നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. തുടരന്വേഷണ റിപ്പോർട്ട് തള്ളണം, അതുപോലെ അധികമായി ചുമത്തിയ കുറ്റം നിലനിൽക്കില്ല, അത് ഒഴിവാക്കണം എന്നിവയായിരുന്നു ദിലീപും ദിലീപിന്റെ സുഹൃത്തായ ശരത്തും കോടതിയിൽ ഹർജിയിൽ ഫയൽ ചെയ്തിരുന്നത്. ഇത് രണ്ടും ഇപ്പോൾ കോടതി അംഗീകരിച്ചില്ല. കോടതി ഇത് തള്ളിയിരിക്കുകയാണ്. വിചാരണ നേരിടണം. ഈ അടുത്ത വരുന്ന 31-ാം തീയതി കേസ് വീണ്ടും പരിഗണിക്കും. അന്ന് ദിലീപും ശരത്തും കോടതിയിൽ ഹാജരാകണം. ഇരുവർക്കുമെതിരെ ഈ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കും. അതിനുശേഷം ഇരുവർക്കുമെതിരെ കുറ്റം ചുമർത്തും. അതിനുശേഷം നവംബർ 10 മുതൽ ഈ കേസിന്റെ വിചാരണ വീണ്ടും ആരംഭിക്കും. സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിനെ തുടർന്നാണ് ഈ കേസിന്റെ വിചാരണ നിർത്തിവെച്ചിരുന്നത്. ഈ ബാലചന്ദ്രകുമാർ വിചാരണയിൽ പ്രധാനമായും വെളിപ്പെടുത്തലിൽ പറഞ്ഞത് ദിലീപിന്റെ വീട്ടിലിരുന്ന് ദിലീപ് ഫോണിൽ ഈ നടി ആക്രമിക്കപ്പെടുന്ന ദൃശ്യങ്ങൾ കണ്ടു എന്നാണ്. ആ ദൃശ്യങ്ങൾ കണ്ടു എന്ന വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ബാലചന്ദ്രകുമാറിന്റെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തുകയും തുടരന്വേഷണം നടത്തുകയും ചെയ്തു. ആ തുടരന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ അധിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ആ അധിക റിപ്പോർട്ടിലാണ് ദിലീപ് തെളിവ് നശിപ്പിച്ചു എന്ന, അതായത് ദിലീപ് ഈ ഫോൺ മൊബൈൽ മുംബൈയിലെ ഒരു സ്വകാര്യ ലാബിലേക്ക് അയക്കുന്നു. അവിടെ വെച്ച് ഈ മൊബൈലിലുണ്ടായിരുന്ന എല്ലാ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ എല്ലാം നശിപ്പിച്ചു കളയുന്നു. അതിനുശേഷം ഈ സ്വകാര്യ ഹാക്കറുടെ സഹായത്തോടുകൂടിയും ഈ മൊബൈലിലുണ്ടായിരുന്ന വിവരങ്ങൾ എല്ലാം തന്നെ നശിപ്പിക്കുകയും ചെയ്തു. ആ കുറ്റമാണ് ഇപ്പോൾ ദിലീപിനെതിരെ തുടരന്വേഷണ റിപ്പോർട്ടിൽ ചുമത്തിയിരുന്നത്. ആ കുറ്റങ്ങൾ, അതായത് ഈ തെളിവ് നശിപ്പിക്കൽ കുറ്റം ഒഴിവാക്കണം എന്നതായിരുന്നു ദിലീപിന്റെ ആവശ്യം. ആ ആവശ്യമാണ് ഇപ്പോൾ കോടതി തള്ളിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ കേസിൽ ബാലചന്ദ്രകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ തുടരന്വേഷണത്തിൽ ദിലീപിന്റെ സുഹൃത്തായ ശരത്തിനെ അറസ്റ്റ് ചെയ്തിരുന്നു. ശരത്താണ് ഈ ദൃശ്യങ്ങൾ, നടി ആക്രമിക്കപ്പെടുന്ന ദൃശ്യങ്ങൾ ഐപോഡിലാക്കി ഈ ദൃശ്യങ്ങൾ ദിലീപിന്റെ വീട്ടിലേക്ക് എത്തിച്ചത്. അതിനുശേഷം ഈ ദൃശ്യങ്ങൾ ഒളിപ്പിച്ചത് ശരത്താണ് എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. ആ കുറ്റമാണ് ശരത്തിനെതിരെ ഉള്ളത്. ഏതായാലും ഇരുവർക്കുമെതിരായ ഈ 2 കുറ്റങ്ങളും തള്ളിക്കളയാൻ കോടതി തയ്യാറായിട്ടില്ല. ഇരുവരുടെയും ഹർജി ഇപ്പോൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. വരുന്ന 31-ന് ഈ കേസ് വീണ്ടും പരിഗണിക്കും. അന്ന് ദിലീപും ശരത്തും ഈ കേസിൽ ഹാജരാകുകയും വേണം. അതിനുശേഷം നവംബർ 10-ന് ഈ കേസ് നിർത്തിവെച്ചിരുന്ന വിചാരണ പുനരാരംഭിക്കുകയും ചെയ്യും. ഏതായാലും ഈ വരുന്ന സാഹചര്യത്തിൽ പ്രോസിക്യൂഷൻ ഈ വിധിയെ വളരെ ആശ്വാസത്തോടു കൂടിയാണ് കാണുന്നത്. അതായത് ഈ തുടരന്വേഷണ റിപ്പോർട്ടിൽ ദിലീപിനെതിരെ ഈ ഗൂഢാലോചന കേസിൽ കൂടുതൽ നേരിട്ടുള്ള തെളിവുകൾ ഉണ്ട് എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ സമർപ്പിച്ച കുറ്റപത്രത്തിലേക്കാൾ കൂടുതലായുള്ള വിവരങ്ങൾ ഈ അധിക കുറ്റപത്രത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ദിലീപിനെതിരായ കൂടുതൽ തെളിവുകളാണ് ഹാജരാക്കിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട തെളിവുകൾ ദിലീപ് നശിപ്പിച്ചു എന്ന് ഇപ്പോൾ കോടതി അംഗീകരിച്ച രീതിയിലാണല്ലോ ഇപ്പോൾ ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന നടപടി അതാണല്ലോ. എത്രത്തോളം നിർണായകമാണ് ആ തെളിവ് നശിപ്പിച്ചു എന്ന കേസ്
ഈ പ്രധാനപ്പെട്ട കേസിൽ അത് എത്രത്തോളം നിർണായകമാണ്? ഈ കേസ്, ഈ വിധി എന്ന് പറയുന്നത് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. പക്ഷേ ദിലീപ് ഈ ദൃശ്യങ്ങൾ നശിപ്പിച്ചു എന്നത് കോടതി അംഗീകരിച്ചിട്ടില്ല. അതായത് കോടതി പറയുന്നത് ഈ കേസിൽ ദിലീപ് വിചാരണ നേരിടണം. വിചാരണ കാലയളവിൽ, വിചാരണ കഴിഞ്ഞതിന് ശേഷമാണ് ഈ കുറ്റം ദിലീപ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് കോടതി പറയുകയുള്ളൂ. അതായത് വിചാരണ നേരിടണം, അതിനുവേണ്ടി അടുത്ത 31-ന് ഹാജരാകണം, അന്ന് ദിലീപിന് മേൽ കുറ്റം ചുമത്തും എന്നാണ് പറയുന്നത്. അതിനുശേഷം വിചാരണയ്ക്ക് ശേഷം മാത്രമാണ് തെളിയിക്കപ്പെടുകയുള്ളൂ. ഈ തെളിവുകൾ കോടതി, ഇത് തെളിവുകളാണോ, ഈ തെളിവുകൾ വാലിഡ് ആണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതി പരിശോധിച്ചതിന് ശേഷം മാത്രമേ ദിലീപ് ഈ കേസിൽ കുറ്റക്കാരനാണോ എന്ന് പറയുകയുള്ളൂ. ഇപ്പോൾ പോലീസ് നൽകിയ ഈ തുടരന്വേഷണത്തിൽ, അതായത് ദിലീപിനെതിരെ നൽകിയ ഈ കുറ്റങ്ങൾ, അതായത് ദിലീപിന്റെ ഹർജി തള്ളുകയാണ് കോടതി ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ കേസിന്റെ വിചാരണയുടെ ഭാഗമായി 112 അധിക സാക്ഷികളെയും അതുപോലെ തന്നെ 300ഓളം തെളിവുകളും, അതായത് 300-ലേറെ അനുബന്ധ തെളിവുകളുമാണ് തുടരന്വേഷണത്തിന്റെ ഭാഗമായി സമർപ്പിച്ചിരിക്കുന്നത്. അവയെല്ലാം തന്നെ പരിശോധിക്കേണ്ടി വരും. ഏതായാലും വിചാരണ നവംബർ 10-ന് ആരംഭിക്കാനും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. അശ്വതി, തുടരന്വേഷണ റിപ്പോർട്ട് തള്ളണമെന്ന ദിലീപിന്റെ ആവശ്യം കോടതി തള്ളിയിരിക്കുകയാണ്. നടിയെ ആക്രമിച്ച കേസിലെ ദിലീപിന് തിരിച്ചടി തന്നെയാണ്. സുവി വിശ്വനാഥനാണ് വിവരങ്ങൾ നൽകിയത്. പീഡനക്കേസിൽ എൽദോസ് കുന്നപ്പിള്ളിലിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ സമർപ്പിച്ച അപ്പീൽ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. കുന്നപ്പിള്ളിലിന് കോടതി നോട്ടീസ് അയച്ചു. അനീഷ് കുമാർ വിശദാംശങ്ങൾ നൽകും. അനീഷ്, വിവരങ്ങൾ. തിരുവനന്തപുരത്തുള്ള അധ്യാപികയെ പീഡിപ്പിച്ച കേസുമായി ബന്ധപ്പെട്ട് കീഴ്ക്കോടതിയാണ് എൽദോസ് കുന്നപ്പിള്ളിൽ MLAക്ക് മുൻകൂർ ജാമ്യം നൽകിയത്. ഇതിനെതിരെയാണ് ഹൈക്കോടതിയെ സമീപിച്ച് ക്രൈംബ്രാഞ്ച് ഹർജി നൽകിയിരിക്കുന്നത്. ഈ ഹർജി ഹൈക്കോടതി ഫയൽ സ്വീകരിക്കുകയും കുന്നപ്പിള്ളിക്ക് നോട്ടീസ് അയക്കുകയും ചെയ്തിരിക്കുന്നു. തിങ്കളാഴ്ച കേസ് വീണ്ടും പരിഗണിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എൽദോസ് കുന്നപ്പിള്ളി MLAക്ക് നൽകിയ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാണ് ഹർജിയിൽ സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എൽദോസ് കുന്നപ്പിള്ളിയെ ആ കേസിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് ഹർജിയിൽ പറയുന്നു. ഒപ്പം നിലവിൽ അന്വേഷണവുമായി MLA നിസ്സഹകരിക്കുകയാണ് എന്നും കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ടും എന്നും പറയുന്നു. വധശ്രമത്തിനും ബലാത്സംഗത്തിനും അടക്കമുള്ള കുറ്റങ്ങൾക്ക് മതിയായ തെളിവുകൾ സഹിതം ഉണ്ട്. പക്ഷെ അത് പരിഗണിക്കാതെയാണ് കീഴ്ക്കോടതി നടപടിയെന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട് ഹർജിയിലൂടെ. ശരി, അനീഷ് കുമാറാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം മ്യൂസിയത്ത് സ്ത്രീക്ക് നേരെയുണ്ടായ അതിക്രമത്തിൽ പോലീസിന് ഗുരുതര വീഴ്ച. ജാമ്യം ലഭിക്കുന്ന വകുപ്പ് മാത്രം ചുമത്തിയാണ് കേസെടുത്തത്. ലൈംഗികാതിക്രമം നടത്തിയെന്ന മൊഴിയുണ്ടായിട്ടും ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയില്ല. VV അരുൺ വിശദാംശങ്ങളുമായി ചേരുന്നു. അരുൺ, എന്തൊക്കെ കാര്യങ്ങളാണ് യുവതി അരുണിനോട് പറഞ്ഞത്? വിശദാംശങ്ങൾ. യുവതിയുടെ പരാതി ലൈംഗികാതിക്രമമായിരുന്നു. പക്ഷേ ആ വിഷയത്തിൽ കുറ്റത്തിനുള്ള വകുപ്പുകൾ ചുമത്താതെ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ മാത്രമാണ് പ്രതിക്കെതിരെ മ്യൂസിയം പോലീസ് ചുമത്തിയത്. ഇതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു സ്ത്രീയുടെ പരാതി വരുമ്പോൾ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം 384 പ്രകാരം കേസ് ചാർജ് ചെയ്യേണ്ടതെന്ന്. പക്ഷെ അതിന് മ്യൂസിയം പോലീസ് തയ്യാറാകാതെ FIR ഇട്ടപ്പോൾ ദുർബലമായ വകുപ്പുകൾ മാത്രമാണ് ചേർന്നത്. ഇപ്പോൾ യുവതി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ കേസിന്റെ തുടക്കം മുതൽ അന്വേഷണത്തിൽ വലിയ അലംഭാവം ഉണ്ടായിട്ടുണ്ട്, വീഴ്ചയുണ്ടായിട്ടുണ്ട്. പ്രതി മ്യൂസിയം വളപ്പിൽ ഒളിച്ചിരിക്കുമ്പോൾ തന്നെ അയാളെ പോലീസിന് കസ്റ്റഡി എടുക്കാമെന്ന്. പക്ഷെ അതുണ്ടായില്ല. മ്യൂസിയം പോലീസ് ആ പ്രദേശത്ത് വന്നിട്ടേയില്ല. എയ്ഡ് പോസ്റ്റിലുണ്ടായിരുന്ന പോലീസുകാരാകട്ടെ അവിടെ എത്താൻ വൈകുകയും ചെയ്തു. ആ സമയം കൊണ്ട് പ്രതി അവിടെ നിന്ന് കടന്നു കളഞ്ഞു. യുവതി അത് കൃത്യമായി സമയത്തിന്റെ കണക്കനുസരിച്ച് 7 മിനിറ്റോളം അവർ ഉണ്ടായിരുന്നു എന്ന് CCTV ദൃശ്യങ്ങളുടെ സഹായത്തോടെ യുവതി പരാതിയിലും പോലീസിനോടും പറഞ്ഞതാണ്. പക്ഷേ അത്തരം നടപടികളിലേക്കും പോലീസ് കടന്നിട്ടില്ല. ഇപ്പോൾ ഇത് വിവാദമായതിനെ തുടർന്ന് ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ കൂടി പ്രതിക്കെതിരെ ചുമത്താനുള്ള ആലോചനയിലാണ് പോലീസ്. ശരി, VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് പ്രഭാത നടത്തത്തിനിടെയാണ് യുവതിക്ക് നേരെ ആക്രമണമുണ്ടായത്. മിനിഞ്ഞാന്ന് ആണ് ഈ പീഡന ശ്രമമുണ്ടായത്. ഇന്നോവ കാറിലെത്തിയ ആക്രമി യുവതിയെ പിന്തുടർന്ന് ആക്രമിക്കുകയായിരുന്നു. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് 18-ന് ലഭിച്ചു. ബസ് സ്റ്റോപ്പിന് സമീപത്തു നിന്നാണ് അക്രമി പെൺകുട്ടിയെ ഉപദ്രവിച്ച ശേഷം ഓടി രക്ഷപ്പെട്ട് ഈ കാണുന്ന മതിൽ വഴി മ്യൂസിയം കോമ്പൗണ്ടിലേക്ക് പ്രവേശിച്ചത്. പെൺകുട്ടിയും തൊട്ട് പുറകെ അയാൾക്ക് പുറകെ ഉണ്ടായിരുന്നു. ഇവിടെ എത്തുമ്പോൾ ആ പെൺകുട്ടി വീഴുന്നുമുണ്ട്. ഇവിടെ നിന്ന് ഓടിയാണ് അയാൾ കുറച്ചകലെ കാണുന്ന ആ ഭാഗത്ത് കുറച്ച് ചെടികൾ തെങ്ങി വളർന്നു നിൽക്കുന്ന ആ ഭാഗത്തേക്ക്, അവിടെ എവിടെയാണ് അയാൾ ഒളിച്ചിരുന്നത്, അവിടെ നിന്ന്
ആ സമയം ആ പെൺകുട്ടി ഇവിടെ സെക്യൂരിറ്റി ജീവനക്കാർ വിവരമറിയിച്ചു. സെക്യൂരിറ്റി ജീവനക്കാർ പോലീസ് എയ്ഡ് പോസ്റ്റിലും അറിയിച്ചു. പക്ഷെ അവിടെ നിന്ന് പോലീസ് എത്താൻ വൈകി എന്നാണ് ഇപ്പോൾ പെൺകുട്ടി പരാതിയിൽ പറയുന്നത്. നമ്മുടെ ഒരു ഫോഴ്സ് എപ്പോഴും നമുക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. അങ്ങനെ അഭിമാനത്തോടു കൂടി തന്നെ വിചാരിക്കുന്ന ഒരാളും തന്നെയാണ് ഞാൻ. പക്ഷേ എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാൻ അതിന് വേണ്ടിയിട്ട് സമീപിച്ചപ്പോഴത്തേക്കും എൻ്റെ ഫോഴ്സ് അല്ല പറയുന്നത്, ഇതിലെ കുറച്ച് പേരൊക്കെ അനാസ്ഥയായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ആ എയ്ഡ് പോസ്റ്റ് ഇവിടെ നിന്ന് ഏകദേശം 50 മീറ്റർ മാത്രം അകലെയാണ്. അതിന് തൊട്ടടുത്ത് മ്യൂസിയം പോലീസ് സ്റ്റേഷനുമുണ്ട്. പക്ഷേ മ്യൂസിയം പോലീസ് ഇവിടെ ഈ പരാതി എത്തിയിട്ടും ഈ ഇത്ര സംഭവം അറിഞ്ഞിട്ടും ഇവിടേക്ക് എത്താൻ തയ്യാറായതുമില്ല. ആ സമയം കൊണ്ടാണ് അക്രമി ഇവിടെ നിന്ന് വീണ്ടും ഈ മതിലിന് പുറത്തേക്ക് പോവുകയും കാർ എടുത്ത് രക്ഷപ്പെടുകയും ചെയ്തത്. കോയമ്പത്തൂർ കാർ സ്ഫോടന കേസിലെ NIA FIR പകർപ്പ് ന്യൂസ് 18. NIA കേസെടുത്തത് അസ്വാഭാവിക മരണത്തിനും സ്ഫോടനത്തിനും. ജമേഷ മുബീറിന്റെ വീട്ടിൽ നിന്നും രാസവസ്തുക്കൾ പിടിച്ചതായും FIRൽ പറയുന്നു. വീട്ടിൽ നിന്നും ലഭിച്ച നോട്ട്ബുക്കിൽ ജിഹാദിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ ഉണ്ടെന്നും FIR പറയുന്നു. പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു. പ്രസാദ്, ഈ FIRന്റെ വിശദ രൂപം എങ്ങനെയാണ്? അശ്വതി, ഇന്നലെയാണ് കോയമ്പത്തൂർ കാർ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് NIA കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ഇതില് FIRൽ അസ്വാഭാവിക മരണത്തിനും സ്ഫോടനത്തിനും കേസെടുത്തുകൊണ്ടാണ് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അന്ന് ഈ സംഭവത്തിന് ശേഷം ഇവിടെ കൊല്ലപ്പെട്ട ജമേഷ മുബീറിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ അവിടെ നിന്നും എന്തെല്ലാം സാധനങ്ങളാണ് പിടിച്ചെടുത്തത്, എന്തെല്ലാം രാസവസ്തുക്കളാണ് പിടിച്ചെടുത്തത് എന്ന് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഉണ്ട്. 109 വസ്തുക്കൾ, രാസവസ്തുക്കൾ ഉൾപ്പെടെ 109 വസ്തുക്കൾ അവിടെ നിന്നും കണ്ടെടുത്തതായി NIAയുടെ FIRൽ വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് പിടിച്ചെടുത്ത നോട്ട്ബുക്കിൽ ജിഹാദിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ അടങ്ങിയ കുറിപ്പുകളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതായിരിക്കാം ഒരുപക്ഷെ ഈ തുടക്കത്തിൽ തമിഴ്നാട് പോലീസ് തന്നെ ഈ കേസിൽ ഇതിൽ തീവ്രവാദ ബന്ധം സംശയിക്കുന്ന തരത്തിലേക്ക് ഈ അന്വേഷണം പോകുന്നതിന്റെ ഒരു പ്രധാന കാരണവും ഇത്തരം കണ്ടെത്തലുകൾ കൂടിയാണ്. ആദ്യം തമിഴ്നാട് പോലീസ് ഇതിൽ സാധാരണ അപകടം എന്ന രീതിയിലാണെങ്കിൽ പോലും പിന്നീട് ജമേഷ മുബീറിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് സ്ഫോടനത്തിന് ഉപയോഗിക്കുന്ന രാസവസ്തുക്കളും അതോടൊപ്പം തന്നെ മറ്റ് തെളിവുകളും കണ്ടെത്തിയിട്ടുള്ളത്. അതിന്റെ വിശദാംശങ്ങളാണ് NIA ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ കേസിൽ അറസ്റ്റിലായിട്ടുള്ള 6 പേരെ NIA വീണ്ടും ചോദ്യം ചെയ്യും. അതോടൊപ്പം കൂടുതൽ ആളുകളെ തമിഴ്നാട് പോലീസ് 5ഓളം പേരെ നിലവിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു. അവരെ NIAയും ചോദ്യം ചെയ്തു വരികയാണ്. ശരി, പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്. കോയമ്പത്തൂരിൽ സ്ഫോടന പരമ്പര നടത്താൻ രാസവസ്തുക്കൾ ഏറെയും സംഘടിപ്പിച്ചത് ഓൺലൈൻ മുഖേനയെന്ന് കണ്ടെത്തൽ. കാർ സ്ഫോടന കേസിൽ അറസ്റ്റിലായ അഫ്സർ ഖാനെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് ഇത് സംബന്ധിച്ച തെളിവുകൾ ലഭിച്ചത്. സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ജമേഷ മുബീൻ നിരവധി തവണ കേരളത്തിൽ വന്നുപോയതായും സ്ഥിരീകരിച്ചിട്ടുണ്ട്. കോയമ്പത്തൂർ കാർ സ്ഫോടന കേസിൽ അറസ്റ്റിലായ അഫ്സർ ഖാന്റെ ലാപ്ടോപ്പ് പരിശോധിച്ചതിൽ നിന്നുമാണ് കൂടുതൽ തെളിവുകൾ ലഭിച്ചത്. സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ജമേഷ മുബീനിന്റെ അടുത്ത ബന്ധുവാണ് അഫ്സർ ഖാൻ. ഇയാളാണ് ഓൺലൈൻ മുഖേന രാസവസ്തുക്കൾ വാങ്ങിയതെന്നാണ് വിവരം. കോയമ്പത്തൂരിൽ സ്ഫോടന പരമ്പര നടത്താനായിരുന്നു ഇത്. എന്നാൽ എത്ര അളവിൽ ഏതെല്ലാം രാസവസ്തുക്കളാണ് എന്നത് സംബന്ധിച്ച് വ്യക്തത വരേണ്ടതുണ്ട്. ഇതിനായി കൊമേഴ്സ് സ്ഥാപനങ്ങൾക്ക് അന്വേഷണ സംഘം കത്തയച്ചിട്ടുണ്ട്. ജമേഷ മുബീൻ കേരളത്തിൽ നിരവധി തവണ വന്നതായും സ്ഥിരീകരിച്ചു. ചികിത്സാ ആവശ്യത്തിനായാണ് കേരളത്തിൽ വന്നതെന്നാണ് ഇയാളുടെ ബന്ധുക്കൾ നൽകിയ മൊഴി. ഇക്കാര്യം ശരിയാണോ എന്നത് പരിശോധിച്ചു വരികയാണ്. കേസ് NIA ഏറ്റെടുത്തതോടെ നിലവിൽ അറസ്റ്റിലായ 6 പേരെയും വീണ്ടും ചോദ്യം ചെയ്യും. കേസുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് പോലീസ് കസ്റ്റഡിയിലെടുത്തവരെയും NIA ചോദ്യം ചെയ്തു വരികയാണ്. ന്യൂസ് 18 പാലക്കാട്. PFI മുൻ സംസ്ഥാന സെക്രട്ടറി CA റൌഫിനെ കൊച്ചി NIA കോടതി നവംബർ 19 റിമാൻഡ് ചെയ്തു. കസ്റ്റഡി അപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കും. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? അശ്വതി, അല്പസമയം മുമ്പാണ് റൌഫിനെ കൊച്ചിയിലെ NIA കോടതിയിൽ ഹാജരാക്കിയത്. കോടതി നവംബർ 19 വരെ റൌഫിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. കസ്റ്റഡി അപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് പുലർച്ചെയാണ് പട്ടാമ്പിയിലെ വീട്ടിൽ ഇയാളെ പിടികൂടിയത്. ഇയാളുടെ വീട് വളഞ്ഞ് NIA സംഘം ഇയാളെ അറസ്റ്റ് ചെയ്ത് പിന്നീട് കൊച്ചിയിൽ എത്തിക്കുകയായിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് പോക്സോയുടെ നിരോധനത്തോടനുബന്ധിച്ച് മറ്റ് നേതാക്കളെ പിടികൂടിയെങ്കിലും റൌഫ് ഒളിവിൽ പോവുകയായിരുന്നു. ഒളിവിൽ നിന്ന ശേഷമാണ് പിന്നീട് സംസ്ഥാനത്ത് ഹർത്താലടക്കം പ്രഖ്യാപിച്ചു. ഹർത്താലിൽ പരക്കെ അക്രമ സംഭവങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തത്. ഈ PFIയുടെ സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്നതും റൌഫാണ്. മറ്റ് നേതാക്കൾ ഒളിവിൽ പോയ ശേഷം സംഘടനയുമായി ബന്ധപ്പെട്ട ഒളിവിൽ പ്രവർത്തനങ്ങൾ ഇയാൾ നടത്തി വരികയായിരുന്നു എന്നും NIA പറയുന്നു. റെയ്ഡ് നടത്തിയ ഇയാളുടെ വീട്ടിൽ നിന്നും NIA ലഘുലേഖകൾ അടക്കം നേരത്തെ കണ്ടെത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് റൌഫിനെ പിടിയിലായതുകൂടി സംഘടനയുടെ ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് NIA സംഘത്തിന് ഉള്ളത്. CA റൌഫിനെ കൊച്ചി NIA കോടതി നവംബർ 19 വരെ റിമാൻഡ് ചെയ്തു. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. വാർത്തകൾ അവസാനിക്കുന്നില്ല. തടസ്സമില്ലാതെ ന്യൂസ് 18 യൂട്യൂബ് ചാനൽ.
ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള ഓർഡിനൻസ് കൊണ്ടുവരുന്നതിനെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് സമയമായി എന്ന് എം.വി. ജയരാജൻ. വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെ പലരും ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. പല സംസ്ഥാനങ്ങളിലും ഗവർണർ അല്ല ചാൻസലർ പദവി വഹിക്കുന്നത്. ഇവിടെയും അത്തരത്തിലാക്കുന്നതിനുള്ള ഓർഡിനൻസിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സമയമായി എന്നും എം.വി. ജയരാജൻ പറഞ്ഞു. എല്ലാ സംസ്ഥാനങ്ങളും ചാൻസലർമാർ ആയിട്ട് ഗവർണറല്ല പ്രവർത്തിക്കുന്നത്. ഈ അടുത്ത കാലത്ത് നിയമനിർമ്മാണം നടത്തിയ തമിഴ്നാട്, രാജസ്ഥാൻ, ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുണ്ട്. തെലങ്കാന നേരത്തെ തന്നെ നിയമം മാറ്റിയതാണ്. കേന്ദ്ര സർവകലാശാലയുടെ ചാൻസലർ സ്ഥാനത്തും ഈ നേരത്തെ ഉണ്ടായിരുന്ന രീതി മാറുകയാണ്. തീർച്ചയായും കടക്കേണ്ട സമയമായി. അതുകൊണ്ടാണ് ചില സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞു. സ്വാഭാവികമായും അത് ഇടതുപക്ഷവും സർക്കാരും ഗൗരവമായി ആലോചിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മനു ഭരത് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. മനു, ഏത് സാഹചര്യത്തിലായിരുന്നു എം.വി. ജയരാജന്റെ പ്രതികരണം? വിവരങ്ങൾ. ഗവർണർക്കെതിരെ ഇന്ന് കണ്ണൂരിൽ അടുത്ത ദിവസങ്ങളിൽ സംഘടിപ്പിക്കാൻ പോകുന്ന പ്രതിഷേധത്തെ കുറിച്ച് വ്യക്തമാക്കാനാണ് ഇടതുമുന്നണി നേതാക്കൾ യോഗം വിളിച്ചത്. ആ യോഗത്തിലായിരുന്നു എം.വി. ജയരാജന്റെ പ്രതികരണം. ഇത് ഗവർണറെ ചാൻസലർ പദവിയിൽ നിന്ന് നീക്കാനുള്ള ചർച്ചകളിലേക്ക് കടക്കേണ്ട സമയമായി എന്ന് അദ്ദേഹം വ്യക്തമാക്കുമ്പോൾ അത്തരത്തിലൊരു നീക്കം ഇടതുമുന്നണി നടത്തുന്നു എന്നതിന്റെ സൂചനയാണ് അത് നൽകുന്നത്. മാത്രവുമല്ല, ഈ കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. അപ്പൊ നേരത്തെ ഇടത് സർക്കാർ ഗവർണർ തന്നെ ഈ സ്ഥാനം ഒഴിയാം എന്ന് വ്യക്തമാക്കിയ ഒരു സാഹചര്യത്തിൽ അതിന്റെ ആവശ്യമില്ല, ഗവർണർ ഈ സ്ഥാനത്ത് തുടരട്ടെ എന്ന നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. ഇപ്പോൾ ആ നിലപാട് പൂർണ്ണമായും മാറുന്നു. മാത്രവുമല്ല, ഈ ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് നീക്കുന്നതിനുള്ള ഒരു ഓർഡിനൻസിനെ കുറിച്ച് ഇടതുമുന്നണിയിൽ ചർച്ച സജീവമാണ്. അത് വൈകാതെ വരും എന്നതാണ് എം.വി. ജയരാജന്റെ ഈ സൂചന, ഈ വാക്കുകളിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടത്. ഏതായാലും ഗവർണർ ചാൻസലർ സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യനല്ല എന്ന് തെളിഞ്ഞതായി എം.വി. ജയരാജൻ പറയുന്നു. ഗവർണർ നാടിന്റെ നന്മ ആഗ്രഹിക്കുന്നില്ല, നാടിന്റെ നാശമാണ് ഗവർണർ ലക്ഷ്യം വെക്കുന്നത്. നശീകരണ ബുദ്ധിയാണ് ഗവർണർക്കുള്ളത്. അതുകൊണ്ട് ഇത്തരം ഇല്ലാത്തൊരു അധികാരം ആണ് ഗവർണർ പ്രയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഇദ്ദേഹത്തെ മാറ്റുന്നത് സംബന്ധിച്ചുള്ള ആലോചനകൾക്ക് കടക്കേണ്ട സമയമായി എന്ന് എം.വി. ജയരാജൻ പറയുമ്പോൾ അത് ആലോചനകളിലേക്ക് ഇടതുമുന്നണി കടക്കുന്നു എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. ശരി, മനു ഭാരതാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രി ധനകാര്യമന്ത്രിയോട് രാജി ആവശ്യപ്പെടണമെന്ന ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ. സത്യപ്രതിജ്ഞാ ലംഘനമാണ് ധനമന്ത്രി നടത്തിയത്. കാനം വാപോയ കോടാലിയെന്നും എരുതിയിൽ എണ്ണ ഒഴിക്കുകയാണ് മുഖ്യമന്ത്രിയെന്നും സുരേന്ദ്രൻ വിമർശിച്ചു. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷ് നൽകിയ രഹസ്യമൊഴി രാഷ്ട്രീയ ലക്ഷ്യത്തോടെ അല്ല എന്ന് ഇ.ഡി. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിൽ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയെങ്കിലും പ്രിൻസിപ്പൽ സെക്രട്ടറി എം. ശിവശങ്കറിന്റെ പങ്ക് വ്യക്തമായതോടെ സംസ്ഥാന സർക്കാർ അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്നും ഇ.ഡി. ഡെപ്യൂട്ടി ഡയറക്ടർ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത മറുപടി സത്യവാങ്മൂലത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. കേസിൽ ഉന്നതരുടെ പങ്ക് വ്യക്തമാക്കിക്കൊണ്ടുള്ള രഹസ്യമൊഴിയാണ് സ്വപ്ന സുരേഷ് നൽകിയത്. ക്രിമിനൽ നടപടിച്ചട്ടം 164 പ്രകാരം സ്വതന്ത്ര ജുഡീഷ്യൽ ഫോറത്തിന് മുമ്പാകെയാണ് രഹസ്യമൊഴി നൽകിയത്. ഇതിൽ നിന്ന് തന്നെ മൊഴി മറ്റാരുടെയും സ്വാധീനത്തിലല്ല നൽകിയതെന്ന് വ്യക്തമാണെന്ന് ഇ.ഡി. ഡെപ്യൂട്ടി ഡയറക്ടർ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിൽ പറയുന്നു. മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് എഴുതിയ കത്തിനെക്കുറിച്ചും മറുപടി സത്യവാങ്മൂലത്തിൽ പറയുന്നു. കത്തുകൾ എഴുതിയതല്ലാതെ അന്വേഷണവുമായി സഹകരിച്ചിട്ടില്ല. ചില കാര്യങ്ങൾ മൂടിവെക്കാനും സർക്കാരിന്റെ വിശ്വാസ്യത കൂട്ടാനുമാണ് ഇത്തരമൊരു കത്തെഴുതിയതെന്നും ഇ.ഡി. ആരോപിക്കുന്നു. അന്വേഷണം അട്ടിമറിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും സംസ്ഥാന സർക്കാർ ശ്രമിച്ചെന്നും ഇ.ഡി. ആരോപിക്കുന്നുണ്ട്. അതേസമയം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് എം. ശിവശങ്കർ ഉന്നയിക്കുന്നതെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. കേരളത്തിൽ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ വിചാരണ നടക്കുമോ എന്ന ആശങ്ക ഉള്ളതിനാലാണ് ബംഗളൂരിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നത്. വിചാരണ മാറ്റണമെന്ന ആവശ്യത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ലെന്നും സത്യവാങ്മൂലത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇ.ഡി. ഫയൽ ചെയ്ത ട്രാൻസ്ഫർ ഹർജി നവംബർ 3 ചീഫ് ജസ്റ്റിസ് യു ലളിത് അധ്യക്ഷനായ ബെഞ്ച് പരിഗണിക്കും. ന്യൂസ് 18. കേരളത്തിലെ സഹകരണ മേഖലയുടെ വികാസത്തിനും മുന്നേറ്റത്തിനും വഴിയൊരുക്കിയ പ്രസ്ഥാനങ്ങൾക്കും സഹകാരിമാർക്കും ന്യൂസ് 18 ആദരം. ന്യൂസ് 18 കേരളം കോഓപ്പറേറ്റീവ് അവാർഡ്സ് 2022 ആൻഡ് കോൺക്ലേവ് തിരുവനന്തപുരം അപ്പോളോ ഡിമോറയിൽ നടക്കും. സഹകരണ വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. വേണം ഭാഷാപിതാവിനൊരു പ്രതിമ.
ഭാഷാപിതാവിന്റെ മണ്ണിൽ ഭാഷാപിതാവിന്റെ പ്രതിമ എന്ന ആവശ്യവുമായി BJP രംഗത്തെത്തുമ്പോൾ സംയമനത്തോടെയുള്ള പ്രതിരോധത്തിലാണ് മറ്റുള്ളവർ. എഴുത്തച്ഛന്റെ രൂപം വ്യക്തമായി അറിയില്ല എന്ന നിലപാടാണ് തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് സ്വീകരിച്ചിരിക്കുന്നത്. പതിറ്റാണ്ടുകളായി MT വാസുദേവൻ നായർ ചെയർമാനായിട്ടുള്ള തുഞ്ചൻ സ്മാരക ട്രസ്റ്റാണ് തുഞ്ചത്ത് എഴുത്തച്ഛനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും ആധികാരികവും അവസാനവുമായ വാക്ക്. എന്തുകൊണ്ട് പ്രതിമ സ്ഥാപിക്കുന്നില്ല എന്ന ചോദ്യത്തിന് തുഞ്ചൻ ട്രസ്റ്റിന്റെ വിശദീകരണം ഇങ്ങനെ: എഴുത്തച്ഛന്റെ ജീവിതത്തെക്കുറിച്ചും രൂപത്തെക്കുറിച്ചും ഇന്നും വ്യക്തമായ ആഖ്യാനങ്ങളില്ല. വാഗ്മയ ചിത്രം മാത്രമാണുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിമ നിർമ്മിക്കേണ്ടതില്ലെന്നാണ് ട്രസ്റ്റിന്റെ നിലപാട്. ഭാഷാപിതാവിന്റെ ജന്മസ്ഥലം, കൃതികൾ തന്നെ എല്ലാം അദ്ദേഹത്തിൻ്റെതെന്ന് പ്രചരിക്കുന്ന എല്ലാം അദ്ദേഹത്തിൻ്റെതാണോ എന്ന കാര്യത്തിലും അദ്ദേഹത്തിന്റെ ജാതിയുമായി ബന്ധപ്പെട്ട കാര്യം ഒക്കെ എല്ലാ കാര്യങ്ങളും തന്നെയും പല വിധത്തിലുള്ള അഭിപ്രായ ഭേദങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. ഭാഷാപിതാവിന്റെ രൂപം എങ്ങനെയാണ് എന്ന് പോലും വ്യക്തമല്ലാത്ത ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രതിമ നിർമ്മിക്കുക എന്ന വിഷയം തുഞ്ചൻ സ്മാരക ട്രസ്റ്റിന്റെ നാളിതുവരെയുള്ള മീറ്റിങ്ങുകളിലൊന്നും തന്നെ ഉയർന്നു വന്നിട്ടില്ല. MT വാസുദേവൻ നായരുടെ നിർദ്ദേശപ്രകാരം ആർട്ടിസ്റ്റ് നമ്പൂതിരി വരച്ച ഒരു ചിത്രം ഇവിടെയുണ്ട്. പക്ഷേ അതൊരു വാഗ്മയ ചിത്രമായതിനാൽ പ്രതിമ നിർമ്മിക്കാൻ ആ ഛായ പകർത്തുന്നത് ശരിയല്ല. തുഞ്ചൻ പറമ്പിൽ എഴുത്തച്ഛന്റെ സ്മരണ നിലനിർത്താൻ വേണ്ടതെല്ലാം ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റേതെന്ന് കരുതുന്ന എഴുത്താണിയും മറ്റും പവിത്രമായി സൂക്ഷിച്ചിരിക്കുന്നു. രചനകൾ തലമുറകളിലേക്ക് എത്തിക്കാൻ ആവശ്യമായ എല്ലാം നിലനിർത്തുന്നുമുണ്ട്. മറ്റു വിവാദങ്ങൾക്കില്ലെന്നും ട്രസ്റ്റ് കൺവീനർ ശ്രീകുമാർ. തുഞ്ചൻ സ്മാരക ട്രസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ബാലസമാജത്തിലൂടെയും ബാലസമാജം ഫിലിം ക്ലബിലൂടെയും തുഞ്ചൻ സ്മാരക ഗവേഷണ കേന്ദ്രത്തിലൂടെയുമെല്ലാം ഭാഷാപിതാവ് മലയാളത്തിന് നൽകിയ സംഭാവനകളെ പേർത്തും അനുസ്മരിക്കുന്ന ഒരു രീതിയാണ് ഉള്ളത്. ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ എഴുത്തോലയെയും എഴുത്താണിയെയും ആദരിക്കുന്ന ഒരു ചടങ്ങ് തുഞ്ചനോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്, എഴുത്താണി എഴുന്നള്ളിപ്പ്. അതുകൊണ്ട് തന്നെ എഴുത്തച്ഛന്റെ സംഭാവനകൾ എന്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സംഭാവനകളെ പുതിയ തലമുറയിലേക്ക് എത്തിക്കാനും ആ സംഭാവനകളെ വേണ്ട വിധം മാനിക്കാനുമുള്ള ശ്രമമാണ്, അല്ലാതെ കേവലം ഏതെങ്കിലും ഒരു രീതിയിലേക്ക് ചുരുക്കി കാണാനുള്ള ശ്രമമല്ല തുഞ്ചൻ സ്മാരക ട്രസ്റ്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അത് ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. തുഞ്ചൻ പറമ്പിലെ കാര്യം മാത്രമാണ് ട്രസ്റ്റ് വിശദീകരിക്കുന്നത്. തിരൂർ നഗരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കാൻ നഗരസഭയ്ക്കാണ് അധികാരമെന്നും തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് 18 മലപ്പുറം. വാർത്തകൾ അവസാനിക്കുന്നില്ല. തടസ്സമില്ലാതെ ന്യൂസ് 18 യൂട്യൂബ് ചാനൽ.